ഹായ് ഡിയേഴ്സ്, എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ ഓണാശംസകൾ. ഇന്നലെ ഞങ്ങൾക്ക് ഓണം സെലിബ്രേഷൻ ആയിരുന്നു കേട്ടോ. രാവിലെ പോകാൻ നേരത്ത് ഞാൻ ചുരിദാർ ഇട്ടുകൊണ്ടാണ് പോയത്. മഴയൊക്കെ ആണെങ്കിൽ സാരി കൊടുത്തുകൊണ്ട് പോയാൽ ആകെ കുളവും, അതുകൊണ്ട് ചുരിദാർ ഇട്ടുകൊണ്ട് പോയിട്ടോ. അവിടെ ചെന്നിട്ടാണ് കേട്ടോ ഞാൻ സാരിയെ കൊടുത്തത്. മുല്ലപ്പൂ വാങ്ങിക്കൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. മുല്ലപ്പൂ ചൂടി, അത്രേ ഉള്ളൂ കേട്ടോ. അപ്പോഴേക്കും നമ്മുടെ സ്വന്തം ബ്യൂട്ടീഷ്യൻ അവിടെ എത്തി. അപ്പോൾ അവൾ എന്നെ കുറേ വഴക്ക് പറഞ്ഞു, ഇതെന്ത് കാണിച്ച് വെച്ചിരിക്കുന്നു, നമുക്ക് ഈ സമയത്തൊക്കെ ഒന്ന് ഒരുങ്ങാൻ പറ്റുള്ളൂ. അപ്പോൾ അവൾ എന്നെ ഒരുക്കി തന്നു കേട്ടോ. ഞാൻ ഐബ്രോസ് ഒന്നും എഴുതാറില്ല, അതുപോലെ കണ്ണും എഴുതാറില്ല കേട്ടോ. ജസ്റ്റ് ഒരു പൊട്ടോടും, പിന്നെ സാരി കൊടുക്കുകയാണെങ്കിൽ ചന്ദനക്കുറി തൊടും, അമ്പലത്തിൽ പോയാലും ചന്ദനം തൊടും. പിന്നെ സൺസ്ക്രീൻ ലോഷൻ യൂസ് ചെയ്യാറുണ്ട് കേട്ടോ. അത്രേ ഉള്ളൂ. അവളെന്നെ കുറേ വഴക്കൊക്കെ പറഞ്ഞു. ഞാൻ മുടി വെറുതെ ബുഷിട്ട് വെക്കുമായിരുന്നു, എന്നിട്ട് മുല്ലപ്പൂ ചൂടിയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവൾ അതൊക്കെ കഴിച്ച് വന്നിട്ട് എൻ്റെ മുടിയൊക്കെ നേരെ റെഡിയാക്കി പൂവൊക്കെ ചൂടിച്ച് തന്നു കേട്ടോ. എനിക്കും ഭയങ്കര ഇഷ്ടമായി കേട്ടോ. പിന്നെ കണ്ണെഴുതി, എന്താ മസ്കാര ഇടിച്ചു, എന്തൊക്കെയോ ചെയ്തു കേട്ടോ. അപ്പോൾ ഈ 58-ാം വയസ്സിൽ അവൾ എന്നെ സുന്ദരിയാക്കി തന്നു. പിന്നെ ഒരു ഫോട്ടോയൊക്കെ എടുത്തു തന്നു കേട്ടോ. ഞങ്ങളെല്ലാവരും റെഡിയായി. എന്നിട്ട് ഞങ്ങളെല്ലാവരും കൂടി പൂക്കളം ഇട്ടു കേട്ടോ. അതിനുശേഷം ഞങ്ങളെല്ലാവരും ഒറ്റയ്ക്കും പെയറായിട്ടും കൂട്ടുമായിട്ടൊക്കെ ഫോട്ടോസൊക്കെ എടുത്തു. ഇതാണ് എന്നെ സുന്ദരിയാക്കിയ ബ്യൂട്ടീഷ്യൻ, പേര് അമ്പിളി എന്നാണ്. പിന്നെ ഞങ്ങൾ ഫോട്ടോ ഒക്കെ എടുത്തുകൊണ്ടിരുന്നപ്പോഴേക്കും സെക്കൻഡ് ഷിഫ്റ്റിൽ കയറാനുള്ളവർ ഫുഡ് കഴിച്ചു തുടങ്ങി കേട്ടോ. അതിനുശേഷം ഞങ്ങളും കഴിച്ചു. പിന്നെ കുറച്ച് നേരമൊക്കെ അവിടെ ഇരുന്നിട്ട് ഞങ്ങൾ ഓരോരുത്തരും അവരവരുടെ വീടുകളിലേക്ക് പോയി. ഞാനും തിരിച്ചു പോകുന്നു. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി ഹാപ്പി ഓണം. ബൈ ഡിയേഴ്സ്.